6-ാമത്തെ ദിനമായ ഇന്ന് ഈ പമ്പയാറിൻ്റെ തീരത്ത് മാരാമണ്ണും മണക്ക് അതിൻ്റെ കരയിൽ നമുക്കിങ്ങനൊരു അവസരം ശാന്തമായ അന്തരീക്ഷത്തിൽ ലഭിക്കുകയും തിരുവചനം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഇതിങ്ങനെ ഒരു 4-5 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് ഒരു കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ശരിക്കും ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇവിടുന്ന് പോകുന്ന നിലയിൽ ഇത്രയും പേർക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് എല്ലാ ആസ്പെക്ട്സുകളും പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള സാഹചര്യവും സൗകര്യവും ഉണ്ടായിരുന്നു. ഇത്രയും കാലാവസ്ഥയും എല്ലാം റൂമും ഇവിടുത്തെ ഫെസിലിറ്റീസും എല്ലാം പഠിക്കുവാനായിട്ട് കഴിയുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നല്ലോ. 2 ദിവസം കൊണ്ട് നമ്മളത് തൽക്കാലം നിർത്തുകയാണ്. ഇതൊരു ഫസ്റ്റ് സംരംഭമായിരുന്നു. ഭംഗിയായിട്ട് അത് ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കുന്നു. നിങ്ങൾക്ക് അനേക സംശയങ്ങളുണ്ടെന്നറിയാം. ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം അതിനുവേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ആ സമയം നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് രാവിലത്തെ സമയം കൊണ്ട് എൻ്റെ ഈ ഒരു സെഷനോടുകൂടി നമ്മുടെ ബൈബിൾ ക്ലാസ് ചിന്തകൾ അവസാനിക്കുകയാണ്. അതിനുശേഷമായിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സെഷനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പാടി സന്തോഷിച്ച് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി അവസാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ചിന്തിച്ചത് മുഴുവനും ഇന്ന് നേരം വെളുത്ത് പ്രഭാതം മുതൽ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് റൈറ്റ് ഡിവിഷൻ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയ. അത് നിങ്ങൾക്ക് ഇതിനോടകം നല്ല തറവായിരിക്കണം, തെളിവായിരിക്കണം. ആരെങ്കിലും റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം എല്ലാം അങ്ങ് കളയുക, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കളയുക, എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് വരെ കളയുക, അതിനിടയ്ക്ക് ഒരല്പമുണ്ട് റോമാലേഖനം മുതൽ ഫിലമോൻ വരെ, അത് എടുക്കുക. അങ്ങനൊന്നും പറഞ്ഞു കൊടുത്തു കളയല്ല. അങ്ങനെ മനസ്സിലാക്കരുത്. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. നമ്മൾ അങ്ങനെ ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും ഓർക്കണം, കവർ ടു കവർ ദൈവവചനമാണ്. ഇതിൽ ഏത് പുസ്തകമാണ് ശ്രേഷ്ഠമായ പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പുസ്തകവും ശ്രേഷ്ഠമാണ്. ലേവ്യ പുസ്തകത്തെക്കാൾ ശ്രേഷ്ഠമാണോ എഫേസ്യ ലേഖനം? രണ്ടിനും ഒരേ വെയിറ്റ്. എഫേസ്യ ലേഖനത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണോ വെളിപ്പാട് പുസ്തകം? എല്ലാത്തിനും ഒരേ വെയിറ്റാണ്. ഈ കണ്ണാണോ നല്ലത്, ഈ കണ്ണാണോ നല്ലതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇതിൽ ഒരു പുസ്തകം പോലും കളയാനില്ല. സർവശക്തനായ ദൈവം ദൈവശ്വാസിയുമായതും അതോറിറ്റേറ്റീവുമായിട്ടുള്ള ബുക്കാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ രചിച്ചിരിക്കുന്ന പ്രമേയമാണ്. അപ്പോൾ അതിൽ ഇന്നത് വലുത് ഇന്നത് മോശം എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടും നമ്മളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളത് അത്യാവശ്യം റൈറ്റ് ഡിവിഷൻ എന്താണെന്നെങ്കിലും പറയുവാൻ നിങ്ങൾക്ക് അതിനൊരു പ്രാഗൽഭ്യവും ധൈര്യവും ഉണ്ടായിരിക്കണം. എന്താണ് റൈറ്റ് ഡിവിഷൻ എന്ന് പറയാൻ? ഇതിൽ ഒരെണ്ണം പോലും മാറ്റിവെക്കാനില്ല. ട്രൂത്ത് ഫ്രം ദ ട്രൂത്ത്. എല്ലാം സത്യവചനത്തെ യഥാർത്ഥമായിട്ട് വിഭജിക്കുക. 2 കാലഘട്ടങ്ങളിൽ ഉള്ള ദൈവിക പദ്ധതിയാണ് ഈ റൈറ്റ് ഡിവിഷൻ. അല്ലെങ്കിൽ യഹൂദിയ വിശ്വാസവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം, സ്വർഗീയ വിളിയും ഭൂമിയെ അവകാശമാകുന്ന വിളിയും തമ്മിലുള്ള വ്യത്യാസം, ഇതിനെയാണ് റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. പ്രോഫറ്റിക് പ്രോഗ്രാം, മിസ്റ്ററി പ്രോഗ്രാം, 12 അപ്പോസ്തലന്മാരിൽ കൂടി അറിയിച്ച പ്രോഗ്രാം, പൗലോസിൽ കൂടി അറിയിച്ച പ്രോഗ്രാം. മണവാട്ടി എന്നുള്ള ആ ഒരു വിളിയും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിളി, ഇതിലെ ആ ഒരു വ്യത്യാസമാണ് റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുക. പൗലോസ് അപ്പോസ്തലൻ, ഇമാജിൻ, പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ഈ 13 ലേഖനങ്ങൾ എഴുതിയിട്ടില്ല. ഈ ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 13 ലേഖനങ്ങളില്ല. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലനെ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം മുതൽ വിളിച്ചിരിക്കുന്ന ഭാഗങ്ങളും എഴുതിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 8 കൊണ്ട് നിന്നിരിക്കുക. പോളിനെ വിളിക്കുന്നത് 9-ലാണ്. ആ അധ്യായം മുതൽ അപ്പോസ്തല പ്രവൃത്തികൾ ബന്ധായി എന്ന് വിചാരിക്കുക. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ ബൈബിളിൽ ഇല്ല. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇനി എനിക്കൊന്ന് പറഞ്ഞു തരാൻ, ഞാൻ വൈകുന്നവരെ ഇവിടെ ഉണ്ട്. എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം, ക്രിസ്തീയ വിശ്വാസം ഈ ബൈബിളിൽ എവിടാണ് പറഞ്ഞിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലനെ എടുത്തു മാറ്റുക, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന 13 പുസ്തകം എടുത്തു മാറ്റുക. എടുത്തു മാറ്റിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എനിക്ക്, ക്രിസ്ത്യാനി എവിടെ ആരംഭിച്ചിരിക്കുന്നത്? ക്രിസ്തീയ വിശ്വാസം ഏതിലൂടെയാണ് ക്രിസ്തീയ വിശ്വാസം വന്നിരിക്കുന്നത്? ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വിട്ടുതരിക. എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ആൻസർ, ജെനുവിനായിട്ടൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണുക, എനിക്കതൊന്ന് പറഞ്ഞു തരണം. ഞാനൊരു ഓപ്പൺ ചലഞ്ചായിട്ട് പല എപ്പിസോഡുകളിൽ കൂടെയും പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്, ചോദിച്ചിട്ടുള്ളൊരു
ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് വെളിപ്പെടുത്തുന്നത് പോളാണ്. അത് യഹൂദന്മാരോട് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. യഹൂദന്മാരോട് ചോദിച്ചാൽ അവർ പറയും പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നുമല്ല ക്രിസ്തീയ മാർഗം ആരംഭിച്ചത്. അവർക്കെല്ലാവർക്കും അറിയാം പോളാണ് ക്രിസ്തീയ മാർഗം ആരംഭിച്ചിരിക്കുന്നതെന്ന്. അവർക്കറിയാം, പക്ഷേ നമുക്കറിയത്തില്ല, ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ മാർഗത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുക. അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മൾ അടിസ്ഥാനം തകിടം മറിഞ്ഞു പോയിരിക്കും. ഈ സമയത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരാൾക്ക് തലേ കൈവെക്കും. എന്താണ് ഇദ്ദേഹം പറയുന്നത്? എത്രമാത്രം വിശ്വാസയോഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സമയത്തെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാക്കുവാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദിസ് ഈസ് ദ ട്രൂത്ത്. നമ്മുടെ പിതാക്കന്മാർ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നെങ്കിലും പിതാക്കന്മാർ നിന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിതാക്കന്മാരുടെ ഇതിലെ അണ്ടർസ്റ്റാൻഡിങ്സ് നിങ്ങൾ മനസ്സിലാക്കണം. പിതാക്കന്മാരുടെ അവരെ ഏൽപ്പിച്ചിരുന്ന അവരുടെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് അതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരം പൗലോസ് അപ്പോസ്തലൻ കൂടി എന്ത് വെളിപ്പെട്ടോ അത് നമുക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ ഉപരി റോമൻ പട്ടാളവുമായിട്ട് അല്ലെങ്കിൽ റോമൻ ഭരണാധികാരിയുമായിട്ട് ആ പൊളിറ്റിക്കൽ സിറ്റുവേഷനുമായിട്ട് എങ്ങനെ ഇണങ്ങി ചേർന്ന് പോകാൻ പറ്റും, അതായിരുന്നു അവരുടെ മെയിൻ ക്രൈറ്റീരിയ. അന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന സമയമായിരുന്നു. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 13 ലേഖനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നൊരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നൊരു വിശ്വാസം തന്നെ ഇല്ലാതെ പോയേനെ. പൗലോസ് അപ്പോസ്തലൻ കൂടിയാണ് ഇത് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞതുകൊണ്ടാണ് കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എന്ന് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിൽ നമ്മളായിരുന്നേനെ. പരിച്ഛേദനയിലൂടെ നമ്മളെല്ലാവരും പരിച്ഛേദന ചെയ്യുന്നവരായി തീർന്നിരുന്നേനെ. യഹൂദന്മാരുടെ വിശ്വാസമാണ് നമ്മളിലേക്ക് പകർന്നിരുന്നതെങ്കിൽ പരിച്ഛേദന നമുക്ക് ആവശ്യമായിരുന്നേനെ. ന്യായപ്രമാണത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിൽ നമ്മളായിരുന്നേനെ. യഹൂദനും യവനനും കൂടെ ചേർന്ന് പോകത്തില്ല. യഹൂദൻ്റെ മാർഗവും യവനൻ്റെ മാർഗവും അല്ലെന്നുണ്ടെങ്കിൽ ജാതികൾ എന്ന് പറയുന്ന 2 ഗ്രൂപ്പായിരുന്നേനെ. ഇതെല്ലാം യഹൂദനൊന്നുമില്ല, യവനനൊന്നുമില്ല. വെദർ വി ബി ജ്യൂസ് ഓർ ജെൻറ്റൈൽസ്, വെദർ വി ബി ബോണ്ട് ഓർ ഫ്രീ, നമ്മളെല്ലാം ഒന്നിച്ച് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ക്രൂശ് എന്താണെന്നേ നമ്മൾ അറിയാതെ പോയേനെ. ക്രൂശിൻ്റെ മഹത്വം എന്താണെന്നും സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻറ്റ് എന്താണെന്നും നമ്മൾ അറിയാതെ പോയേനെ. പ്രായശ്ചിത്ത യാഗം എന്താണെന്ന് ക്രിസ്ത്യാനിക്ക് അറിയാതെ പോയേനെ. കർത്താവ് കാൽവറിയിൽ മരിച്ചുവെന്നറിയാം, തോളിൽ തല ചാഞ്ഞ് മരിക്കുന്ന കർത്താവിനെ അറിയാം. പക്ഷെ എന്തിനു മരിച്ചു എന്ന് ഇന്നും ലോകത്തിന് അറിയാതെ പോയേനെ. പൗലോസ് അപ്പോസ്തലനോട് വെളിപ്പെട്ടിരിക്കുന്ന അമൂല്യ സത്യങ്ങളാണ്. ഇസ്രായേലിൻ്റെ വീഴ്ച, അവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നമ്മൾ അറിയാതെ പോയേനെ. ഇസ്രായേലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് രാജാവായിട്ട് വരുന്നു. ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കാലത്ത് തന്നെ വരുമെന്ന് പറഞ്ഞു പോയ കർത്താവ് വർഷം 2000 ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഒരു 10 വർഷത്തിനകത്ത് വരുന്ന കാര്യമാണ് കർത്താവ് ഈ പറയുന്നത്. നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച തീരത്തിൽ അതിനു മുമ്പ് ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ് വർഷം 2000 കഴിഞ്ഞിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാതെ പോയേനെ. അതുപോലെ തന്നെ റാപ്ചർ, എന്താണ് റാപ്ചർ? കർത്താവ് വാനമേഘങ്ങളിൽ വരുമെന്ന് പറഞ്ഞത് ആരോടാ? എന്തിനാ വാനമേഘങ്ങൾ വരെ വരുന്നത്? യഹൂദന് അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഒരു യഹൂദന് പോലും അറിയത്തില്ല റാപ്ചർ എന്താണെന്ന്. കാര്യം അവരതിനു വേണ്ടിയിട്ട് നോക്കി പാർക്കുന്നുമില്ല. പറഞ്ഞിരിക്കുന്നത് നമ്മളോടാണ്. പോൾ ഈ 13 ലേഖനങ്ങൾ ഇതിൽ എഴുതിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ABCDEF ഒരു സംഗതി നമ്മൾ അറിയത്തില്ലായിരുന്നു, ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ളത്. നമ്മുടെ എറ്റേണൽ ഹെവൻലി അബോർഡ്, സ്വർഗീയ നിത്യവാസം എന്താ അത് നമുക്കറിയാം. നമ്മൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നേനെ. പുത്തനാം യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിരുന്നേനെ. ഇന്ന് അതൊക്കെയാണ് പൗലോസിനെ അംഗീകരിക്കാതെ പോയിരിക്കുന്നവർക്കൊക്കെ പറ്റിയിരിക്കുന്ന അപജയം. പൗലോസ് അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്ന 13 ലേഖനത്തിന് വേണ്ടുന്ന വെയിറ്റേജ് കൊടുക്കാത്ത ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് പറ്റിയിരിക്കുന്ന അപജയം അതാണ്. അതുകൊണ്ടാണ് പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ എന്ന് നമ്മൾ പാടാൻ കാര്യം. പുത്തനാം യെരൂശലേമിൽ നാം എത്തുമെന്ന് നമ്മൾ പ്രത്യാശിച്ചിരിക്കുക.
പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ, ആ പുത്തനാം യെരൂശലേമിൽ എത്തുന്ന കാലം ഓർക്കുമ്പോൾ ഈ ധരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ, ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം മാഞ്ഞു പോകുമെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ആരും പുത്തനാം യെരൂശലേമിൽ എത്തത്തില്ല. പുത്തനാം യെരൂശലേം യഹൂദന് വേണ്ടി പണിതിരിക്കുന്ന യെരൂശലേം അവൻ്റെ സ്ഥലം. അവർക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന ദേശമാണ്. അത് അവർക്കുള്ളതാണ്. അയൽവക്കക്കാരന് ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. ഒരു പായസം വിളിച്ച് തന്നു കഴിഞ്ഞാൽ കുടിക്കാന്നുള്ള അതിൻ്റെ ഷെയർ ഒന്നും കിട്ടത്തില്ല. പുത്തനാം യെരൂശലേമൊക്കെ യഹൂദന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ട്, വ്യക്തമായിട്ട്, നല്ല കല്ലിൽ കൊത്തിയ അക്ഷരം മാതിരി മനസ്സിലാക്കണം. അത് 100% വാസ്തവമാണ്. അതൊരു ഗോൾഡൻ കീ ആണ്. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മാർഗവും യഹൂദിയ മാർഗവും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ പോകും. അങ്ങനെ ആ ക്രൂശും സ്റ്റാറും തമ്മിലുള്ള പടം ഒന്ന് കാണിച്ച്, ഇതാണ് ക്രിസ്തീയ മാർഗവും യഹൂദിയ മാർഗവും. ഇത് യഹൂദിയ മാർഗം, ആ സ്റ്റാർ കാണുന്നത്. മറ്റേത് ക്രൂശാണ് ക്രിസ്തീയ മാർഗം. ഇത് രണ്ടും രണ്ട് വിശ്വാസങ്ങളാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും പോകത്തില്ല, ഇവിടെയും പോകത്തില്ല. ഇന്ന് ഇതാ സാത്താൻ ചെയ്തിരിക്കുന്നത്. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, കാര്യം സാത്താൻ ഇന്ന് അത് മാറ്റാൻ പറ്റത്തില്ല, ഇതും മാറ്റാൻ പറ്റത്തില്ല. ഇത് രണ്ടും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പിന്നെ ആകെപ്പാടെ അവന് ചെയ്യാൻ പറ്റുന്നത് അതും ഇതും കൂടെ കൂട്ടി ഇളക്കുക. കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം അങ്ങോട്ടാണോ പോകേണ്ടത്, ഇവിടാണോ നിൽക്കേണ്ടത്, ഇങ്ങനെ നിൽക്കുക ഇടയ്ക്ക്. ഈ തന്ത്രമാണ് ഇന്ന് സാത്താൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് 800 കോടി ജനം ലോകത്തിലുള്ളതിൽ 300 കോടി ക്രിസ്ത്യാനിയാണ്. അതിനകത്തിൽ 299 കോടിക്കും ഈ വ്യത്യാസം അറിയത്തില്ല. ബൈബിളിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ അറിയത്തില്ല എന്താണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2 തലങ്ങളാണ്. ഇതെന്തിനാ അറിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ഡിവിഷൻ അറിയത്തില്ല. ഇത് രണ്ടും ഒരേ ഉപദേശങ്ങൾ പറയുന്ന മാർഗമായിരുന്നു എന്നുണ്ടെങ്കിൽ ഓക്കെ, ഫൈൻ. അതല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റേത്, ദാറ്റ്സ് ഫൈൻ എന്ന് പറയാം. പക്ഷേ ഇത് രണ്ടും കൂടെ ആകാശവും ഭൂമിയും തമ്മിൽ വ്യത്യാസമുള്ള 2 പ്രോഗ്രാമാണ്. അത് കാരണം ആ റൈറ്റ് ഡിവിഷൻ നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകാതെ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഈ ഒരു തീം ബേസ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ സെഷൻ ചെയ്യുവാനായിട്ടിടയായത്. അടുത്ത ദിവസങ്ങൾക്ക് ഒരു 3 ദിവസമെങ്കിലും ഈ ക്ലാസ് ചേർന്ന് ചെയ്യണം. അടുത്ത സമയങ്ങളിലൊക്കെ നമുക്ക് സാഹചര്യം അനുവദിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിക്കുക. ഡോക്ട്രിനൽ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്, എന്താണ് ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ? ഇന്നത്തെ അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ അങ്ങനെ കിടക്കുക. ഇതെല്ലാം ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് സത്യത്തിൽ എന്താ ക്രിസ്ത്യാനിയുടെ ഉപദേശം, ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സെക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒത്തിരി നിറയെ മിസ്റ്ററി, റെവലേഷൻ, റൈറ്റ് ഡിവിഷൻ, ഗ്രേസ് ഗോസ്പൽ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇതെല്ലാം നമുക്ക് വളരെ ദീർഘമായിട്ട് പഠിപ്പിക്കാവുന്ന സബ്ജക്റ്റുകളാണ്. ക്രിസ്റ്റോളജി, ന്യൂമറ്റോളജി, അതുപോലെ തന്നെ എസ്കറ്റോളജി. ഓരോ വിഷയങ്ങളെയും നമുക്ക് ഇതുപോലെ 2-3 ദിവസങ്ങൾ ക്ലാസ് ചെയ്ത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞാൻ ആ ഭാഗം പറഞ്ഞങ്ങ് വിടുകയാണ്. എൻ്റെ വിഷയം പൗലോസ് അപ്പോസ്തലൻ ഫേസ് ചെയ്ത ചലഞ്ചസാണ്. എൻ്റെ മുന്നിലുള്ളത് 1/2 മണിക്കൂറാണ്. ഞാൻ അതിനകത്ത് അത് പറഞ്ഞു നിർത്തുവാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലനെയാണ് ജാതികളുടെ അപ്പോസ്തലനായിട്ട് ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത്. പോൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ മാർഗം എന്തായിരുന്നു നിങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇന്ന് ഈ റൈറ്റ് ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിൽ ഒരേ ഒരു ക്രിസ്തീയ ഡിനോമിനേഷനെ ഉണ്ടാകത്തുള്ളായിരുന്നു. അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു ചർച്ച്. ഇന്നത്തെ 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ്, ഒന്ന് മറ്റൊന്നിനെ കണ്ടുകൂടാത്ത രീതിയിൽ കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും ആരാധനയിലും ആരാധ്യനിലും ആലയത്തിലും എല്ലാത്തിലും വ്യത്യാസമുള്ള 45,000-ലേറെ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ്. എല്ലാവരുടെയും ബേസ് ഇതിലാണ് എല്ലാവരുടെയും ബേസ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലരൊക്കെ ഉൽപ്പത്തിയിൽ നിന്ന് ഉപദേശം, ചിലർ ലേവ്യയിൽ നിന്ന് ഉപദേശം, ചിലർ പുറപ്പാടിൽ നിന്ന് ഉപദേശം, ചിലർ മത്തായിയിൽ നിന്ന് ഉപദേശം, ചിലർ അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് ഉപദേശം, ചിലർ എബ്രായ ലേഖനത്തിൽ നിന്ന് ഉപദേശം, ചിലർ വെളിപ്പാടിൽ ഉപദേശം. 45,000-ലേറെ ഡിനോമിനേഷനായിട്ട് പോയിരിക്കുക. റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് സഭ എന്താണ്, നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരേ ഒരു ക്രിസ്തീയ സഭയെ ഇവിടെ കാണത്തുള്ളായിരുന്നു. ഇനിയുമെങ്കിലും ജനത്തിനത് മനസ്സിലാകുവാൻ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അനേകർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ കാര്യം മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചാക്കിയ അപ്പോസ്തലനായ പൗലോസ്. റോമാലേഖനം 11-ാം അധ്യായം
അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫോർ ഐ സ്പീക്ക് ടു യു ജെൻഡൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ജെൻഡൈൽസ്. റോമാലേഖനം 11-ാം അധ്യായം, ഫോർ ഐ സ്പീക്ക് ടു യു ജെൻഡൈൽസ് ഇൻ ആസ് മച്ച് ആസ് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ജെൻഡൈൽസ്. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൽ ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇതാരാ അപ്പോയിന്റ് ചെയ്തേ? 12 അപ്പോസ്തലന്മാരാണോ? കൗൺസിൽ കൂടിയിരുന്ന് ചെയ്തതാണോ? ദൈവം ദമസ്കോസിൽ ഇറങ്ങി വന്നിരിക്കുക. കർത്താവ് യേശു ക്രിസ്തു, കർത്താവ് ഒലിവ് മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ 12 പേരോട് പറയുന്നത്, ഞാൻ പോയതുപോലെ വീണ്ടും വരും. കർത്താവ് രാജാതി രാജാവായിട്ട് വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആ പ്രോഗ്രാം എല്ലാം ഇൻറ്ററപ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവ് ദമസ്കോസിൽ ഇറങ്ങി വന്നിരിക്കുക. പൗലോസിനോട് പറയുക, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ. അങ്ങനെ പോളിനെ കർത്താവ് ഇറങ്ങി വന്നിട്ട്, എവിടെ? ദമസ്കോസിൽ ഇറങ്ങി വന്നിട്ട് വഴിയിൽ വെച്ച് പോളിനെ പിടിക്കുക. അവിടെ ഒന്നും ഞാൻ എടുക്കുന്നില്ല, ഒത്തിരി എപ്പിസോഡുകൾ ഞാൻ കാണിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. അവിടെ എല്ലാം വിളിച്ചിട്ട് കർത്താവ് ഡയറക്റ്റ്, എൻ്റെ സാക്ഷിയും ആ കർത്താവിൻ്റെ ശുശ്രൂഷകനുമായിട്ട് കർത്താവ് ഡയറക്റ്റ് അപ്പോയിന്റ് ചെയ്യുക പോളിനെ. അതാ 20-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 20-24 പോൾ പറയുന്നത്, ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം കാണിച്ചവന് 24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. എൻ്റെ പേഴ്സണൽ അനുഭവം, എൻ്റെ പേഴ്സണൽ സാക്ഷ്യവുമായി വാക്യം. കർത്താവിൻ്റെ ആ സാക്ഷ്യം തികയ്ക്കാൻ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ, ഉലകത്തിലുള്ള ഏത് ശക്തി ഇടിഞ്ഞ് തല വീണെന്ന് പറഞ്ഞാലും മരണപര്യന്തം കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഈ കൃപയുടെ സുവിശേഷം പ്രസിദ്ധമാക്കുവാൻ, ക്രൂശിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ, അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ ഒരു കൂട്ടുവേലക്കാരനായി നിൽക്കുവാൻ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ സമർപ്പണമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കുടുംബത്തോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷെബിയോടും മക്കളോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ നിർത്തിയിട്ട് എന്നെ പേടിപ്പിക്കുക, ഇവരെ ഉപദ്രവിച്ചുകളെയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകളെയും. അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസം പറഞ്ഞാലും പപ്പ പറയത്തില്ല, അതുകൊണ്ട് അതിന് തയ്യാറായിക്കണം എന്ന് ഇവർക്ക് തന്നെ ഞാൻ ഇവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അന്ത്യം വരെയും വിശ്വസ്തനായി നിൽക്കുക. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക നമ്മൾ വിശ്വസ്തന്മാരായിരിക്കണം. ഫയർ വർക്ക്സ് പോലെ വന്നിട്ട് കുറേ പടക്കം പൊട്ടിച്ച്, കുറേ കത്തി, അത് ഭയങ്കര കാണാൻ വർണ്ണശബളമായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു, വെടിയും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളിനെ കാണാനില്ല. അങ്ങനെ പോകുന്നവരല്ല വിശ്വസ്തന്മാരെന്ന് പറയുന്നത്. അന്ത്യം വരെയും യജമാനൻ വരുന്നത് വരെ വിശ്വസ്തന്മാരായിരിക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 11-ാമത്തെ അധ്യായം 1-ാം വാക്യം പോൾ പറയുന്നത്, ബി ഈ ഫോളോവേഴ്സ് ഓഫ് മീ, എന്നെ അനുഗമിക്കുവാൻ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇവിടെ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ. പോളിന് അതിൻ്റെ അപ്പുറത്തൊന്നും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഇല്ല. കാര്യം ഞാൻ 100% ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ജസ്റ്റ് ഫോളോ മീ എന്ന് പറയുക. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കർത്താവിനെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ആരാധിക്കാനല്ല. നമ്മളെക്കുറിച്ച് ആൾക്കാർ പറയാറുണ്ട്, ഇവരെല്ലാം പോളിനെ ആരാധിക്കുന്നവർ. ദൈവദൂഷണമാണ്, ദൈവദൂഷണം. പോൾ ഇന്ന് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തോളെ കൈയിട്ട് നിൽക്കാനുള്ള വെയിറ്റേ പോളിനുള്ളൂ. എൻ്റെ കൂട്ടുവേലക്കാരനാണ്. ഒരു ഇമ്പോർട്ടൻസും അതിൽ കൂടുതൽ അപ്പോസ്തലനായ പൗലോസിനില്ല. ദൈവം ഉപയോഗിച്ച പാത്രമാണെന്നുള്ളത് ശരിയാണ്. പോൾ തന്നെ പറയാം, ഞാൻ സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ്. നമ്മളൊന്നും പോളിനെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ആൾക്കാർക്ക് ഉത്തരം പറയാനില്ലാതാകുമ്പോൾ നമ്മളെ എങ്ങനെ പൂട്ടണമെന്നറിയാതെ പറയുന്ന കാര്യങ്ങളായതൊക്കെ. പൗലോസ് അപ്പോസ്തലൻ മോശെക്കൂടെ ദൈവം ന്യായപ്രമാണം അവരുടെ കയ്യിൽ കൊടുക്കുക. അവരാരെങ്കിലും മോശയെ ആരാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ മോശയെ ആരാധിക്കുന്നവരാണ്? ദൈവം പറയാ, മോശെ നീ എൻ്റെ അടുക്കൽ കയറി വരുമ്പോൾ അവരോട് പറയണം ഇറങ്ങി കൂടാരത്തിൻ്റെ വെളിയിൽ നിൽക്കാൻ. കാര്യം നീ എൻ്റെ അടുക്കൽ വരുന്നത് അവർ കാണണം, ഞാൻ നിന്നോട് സംസാരിക്കുന്നത് അവർ കാണണം, എന്നാലേ നീ പറയുന്നത് അവർ വിശ്വസിക്കത്തുള്ളൂ. അത്ര രീതിയിലാണ് ദൈവം മോശയെ ഈ കാര്യം പരമേൽപ്പിച്ചത്. എന്നിട്ട് കൂടെ അവരാരും മോശയെ ആരാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് പോലെ ന്യായപ്രമാണത്തിൻ്റെ ഡിസ്പെൻസറായിട്ട് ദൈവം മോശയെ ഉപയോഗിച്ചതുപോലെ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൻ്റെ കൃപയുടെ ഡിസ്പെൻസറായിട്ട് ദൈവം അപ്പോസ്തലനായ പൗലോസിനെ ഉപയോഗിച്ചു. അതിനർത്ഥം അദ്ദേഹം ആരാധ്യ പുരുഷനാണെന്നല്ല, നമ്മൾ ആരെങ്കിലും ആരാധിക്കുന്നു എന്നല്ല. നമ്മൾ കൂട്ടുവേലക്കാരാണ്. നമുക്ക് ആർക്കും അന്യോന്യം ഒരു പ്രത്യേകതയും ഇല്ല. അതുകൊണ്ട്
പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും. പൗലോസ് അപ്പോസ്തലനെ അനുകരിക്കാനായിട്ട് പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ പാപിയായിരുന്നു പോൾ. കാര്യം ഉലകത്തിൽ മോചനമില്ലാത്ത പാപമായിരുന്നു പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. അത് പറഞ്ഞ പാപമാണ് പോൾ ചെയ്തത്. ആ പാപിയെ രക്ഷിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയായത് ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ പോൾ തന്നെ അത് പറയുക. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റിൽ എഴുതിക്കുന്നത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്തുകൊണ്ടാണ് അന്ന് ഞാൻ ഒന്നാമൻ എന്ന് പറയാൻ കാര്യം? പാപക്ഷമ ലഭിക്കാത്ത അൺപാർഡനബിൾ സിൻ, പാപക്ഷമ ലഭിക്കാത്ത പാപം ചെയ്ത ആളാണ് പോൾ. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ഈ ലോകത്തിലും ക്ഷമിക്കത്തില്ല, വരുവാനുള്ളതിലും, അതായത് 1000 ആണ്ട് വാഴ്ചയിലും ക്ഷമിക്കത്തില്ല എന്ന് കർത്താവ് തൻ്റെ വായ്മൊഴിയായിട്ട് പറഞ്ഞ പാപമായി ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുക. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നിരിക്കുക. അതുകൊണ്ട് പോൾ പറയുക, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതിൻ്റെ അടുത്ത വാക്യം കാണിച്ച് അടുത്ത വാക്യത്തിൽ പറയുക, എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക്, എനിക്ക് നിങ്ങൾക്കുവാ, തനിക്ക് ശേഷം വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായിട്ട്, ആസ് എ പാറ്റേൺ. നമ്മുടെ പാപം അതികഠിനമാണ്, എന്നെ അതിൽ കൊണ്ടൊന്നും മോചിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ലോകത്തിൽ മോചിക്കാൻ കഴിയാത്ത പാപം ആകാശത്തിൻ്റെ കീഴിൽ നമ്പർ 1 പാപിയെ വിളിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയായത്. ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ആൻഡ് ഐ ആം ദ ചീഫ് ഓഫ് ദോസ് സിന്നേഴ്സ് എന്ന് പോൾ പറയുക. ഇത് ക്രിസ്തീയ മാർഗം. അത് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ 1-ാമത്തെ മെമ്പർ, ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്തീയ സഭയിലെ 1-ാമത്തെ മെമ്പർ എന്ന് പറയുന്നത് പത്രോസ് അല്ല, യോഹന്നാനല്ല, യാക്കോബ് അല്ല, പൗലോസ് അപ്പോസ്തലനാണ്. തന്നെ വിളിക്കുന്നത് ഈ ഡമസ്കോസിൽ വെച്ച് കർത്താവ് സൂര്യനെ വെല്ലുന്ന ശോഭയോടുകൂടി തനിക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് അവിടെ നിന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആരംഭിക്കുക. അതുപോലെ ഒരിക്കൽ കൂടി പ്രത്യക്ഷനാവും. അതാണ് റാപ്ചർ എന്ന് പറയുന്നത്. അന്ന് ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടെ നിന്നും ചേർക്കപ്പെടും. നാം ചേർക്കപ്പെട്ട് ചെല്ലുന്നത് കർത്താവിൻ്റെ ന്യായവിസ്താര സഭയിലേക്കാണ്. നാം ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ പ്രതിഫലം ലഭിച്ച് നിത്യം സ്വർഗത്തിൽ യുഗായുഗം കർത്താവിനോടൊപ്പം വാഴുവാനായിട്ട് പോവുകയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ഭാഗമായിട്ട്, ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ട്. അതാണ് നമ്മുടെ വിളി എന്ന് പറയുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഒത്തിരി ചാലഞ്ചസുകൾ, ഒത്തിരി എന്താ പറയുന്നത്, ദുർഘട അനുഭവങ്ങൾ താൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ പൗലോസ് അനുഭവിച്ചിട്ടുള്ള കഷ്ടങ്ങളുടെ ഒരു പരമ്പര തന്നെ നമുക്ക് ബൈബിളിൽ നിന്ന്, തൻ്റെ എഴുത്തുകളിൽ നിന്ന് ലഭിക്കുവാനായിട്ട് കഴിയും. ഞാൻ അധികം ചോദിക്കുന്നില്ല, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. പോള് അനുഭവിച്ച കഷ്ടങ്ങളിൽ, അതായത് താൻ ഫേസ് ചെയ്ത കഷ്ടങ്ങളിൽ ഏറ്റവും വലിയ കഷ്ടം ഏതായിരുന്നു എന്ന് പറയാമോ? ഒന്ന് കുറേ 40 അടി കൊണ്ടതാണോ? അതോ കോലിനാൽ അടി കൊണ്ടു, 5 വട്ടം കോലിനാൽ അടി കൊണ്ടു അതാണോ? അതോ മൃഗയുദ്ധം ചെയ്തു? എഫെസോസിൽ വെച്ചൊക്കെ മൃഗയുദ്ധം ചെയ്തിട്ടുണ്ട്. കപ്പൽ ഛേദം, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, നിറയെ പ്രശ്നങ്ങൾ. എന്താണ് പോള് സഹിച്ചതിലെ ഏറ്റവും വലിയ പ്രശ്നം? പോള് അനുഭവിച്ച കഷ്ടത്തിൽ ഏറ്റവും വലിയ കഷ്ടം ഏതാന്ന് നിങ്ങൾക്ക് പറയാം? സ്വജനത്താലുള്ള ആപത്തല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും? പൗലോസ് അപ്പോസ്തലൻ ആ പറഞ്ഞ ഉത്തരം ഏകദേശം കറക്റ്റാണ്. എന്നാൽ സ്വജനത്താലുള്ള ആപത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ജനത്താലുള്ള ആപത്ത്. പോള് അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് കുറേ 40 അടി 5 പ്രാവശ്യം കൊണ്ടതല്ല. ഒന്ന് കുറേ 40 അടി എന്ന് പറഞ്ഞാൽ 39 അടിയാണ് ഒരടി എന്ന് പറയുന്നത്. അത്ര ഒന്ന് കുറേ 40 അടി 5 വട്ടം കൊണ്ടു. ആ അടി എന്ന് പറയുന്നത് ചുമ്മാ വടി കൊണ്ടുള്ള അടിയല്ല, നല്ല ചാട്ടമാർ കൊണ്ടുള്ള അടിയാണ്. അത് 5 പ്രാവശ്യം കൊണ്ടു. അന്ന് വരെ ഉലകത്തിൽ ഒരു മനുഷ്യർക്കും അറിയാൻ വയ്യാത്ത ഒരു സ്വർഗീയ മർമ്മം വെളിപ്പെടുത്തി അതിൻ്റെ ഒരു ഫണ്ടൂര ബോക്സ് ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുക. മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്ന പോളിനെ ഈ അടി കിട്ടുന്നതെന്ന് ഓർക്കണം. പോൾ ചോദിക്കും, കർത്താവ് ഇത് എന്തൊരു ഇടപാടാണ് ഇത്? എന്നെ വിളിച്ചിറക്കി, ഞാൻ സുഖമായിട്ട് നടന്നിരുന്ന ഒരു മനുഷ്യൻ എന്നെ വിളിച്ചിറക്കി ഇത്രയും വലിയൊരു കാര്യം ഞാൻ ചെയ്യുകയും ചെയ്യുന്നു, അതിൻ്റെ കൂടെ എന്നെ അടിക്കുകയും ചെയ്യുന്നു. പണ്ടൊരു കള്ളുകുടിയൻ കള്ളു കുടിച്ചിട്ട് കാനയിൽ വീണ് കിടക്കുക. മഴ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം പുള്ളിയെ കാനയ്ക്കതിൽ കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് ഒരു കൊല്ലിയാൻ മിന്നിയപ്പോൾ പുള്ളി ചോദിക്കും, അത് ശരി, എന്നെ തള്ളി കാനയിലിട്ടതും പോരെ ഇപ്പം എൻ്റെ ഫോട്ടോ കൂടെ എടുക്കുവാണോ എന്ന് പറഞ്ഞതുപോലെ പോൾ എങ്ങനെയോ നടന്നിരുന്ന മനുഷ്യനാണ്.
എന്നെ വിളിച്ച് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് ഈ അടിയാണോ എന്നെ അടിക്കുന്നത് ചോദിക്കാം. ഒന്നും കുറേ 40 അടി ഒന്നും കൊണ്ടതല്ല. പോളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഞാനതെല്ലാം എടുത്ത് കാണിക്കാനായിട്ടുള്ള സമയമില്ല. നിങ്ങൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ 2 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചു നോക്കിയാൽ കാണാം. ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് പോളിന് ഈ കഷ്ടങ്ങളെല്ലാം ലഭിക്കുന്നതല്ലോ, ആ കഷ്ടങ്ങളിൽ സന്തോഷിക്കുക ചെയ്യുന്നത്. അടി കൊണ്ടെന്നോ, പല്ലുവേദന വന്നെന്നോ, തലവേദന എടുത്തെന്നോ, അല്ലെന്നുണ്ടെങ്കിൽ പനി വന്നു, ഇതൊന്നും പോളിനൊരു വിഷയമേ അല്ല. പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ ലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കും. അതുപോലുള്ള പ്രശ്നങ്ങൾ കൂടെ പോൾ പോകുന്നു. ഓരോന്നും ഫേസ് ചെയ്യുമ്പോഴും എന്തൊരു സന്തോഷത്തോടാണ് പറയുക, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ള സന്തോഷത്തോടു കൂടി അതെല്ലാം താൻ ഏറ്റെടുക്കുന്നത്. 2 കൊരിന്ത്യർ 12-ലൊക്കെ പറയുന്നത് എൻ്റെ കഷ്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. 2 കൊരിന്ത്യർ 12:9-10 അവിടെ പറയാം, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിൽ ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതിന് മേലത്തെ വാക്യം കാണിച്ച്, അതുകൊണ്ട് ഏഴാമത്തെ വാക്യം കാണിച്ച്, ഇത് വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടത് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അടുത്ത വാക്യം, അത് എന്നെ വിട്ട് നീങ്ങിപ്പോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ പലരും പറയുന്നത് പോളിനൊരു പ്രശ്നമുണ്ടായിരുന്നു, അത് മാറാനായിട്ട് പോൾ പ്രാർത്ഥിച്ചു, എന്നിട്ടത് മാറിയില്ല. ശരീരത്തിലൊരു പ്രശ്നമായിരുന്നു, അത് പിന്നെ കണ്ണിന് പുള്ളിക്ക് നല്ല സുഖമില്ലായിരുന്നു. ഓരോരുത്തർ ഓരോരോ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒരിടത്ത് പോൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന് നിങ്ങളുടെ കണ്ണ് വേണമെങ്കിൽ ചൂഴ്ന്ന് എടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് പോളിന് എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ടായിരുന്നു, അത് കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ വരെ ആൾക്കാരുണ്ടായിരുന്നു. പുള്ളിയുടെ കണ്ണിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ണ് പോയിട്ട് കംപ്ലീറ്റ് പ്രോബ്ലം ആണെങ്കിലും പുള്ളിക്കൊരു വിഷയമുള്ള ആളല്ല പോൾ. ഇതിനെക്കുറിച്ചൊന്നും പോൾ ഒരിക്കൽ പോലും ഭാരപ്പെട്ടിട്ടുമില്ല. ഇതൊന്നും പോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അതിന് അടുത്തുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം താൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ അറിയിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം ജനങ്ങളിൽ ഒന്ന് എത്തിക്കാനായിട്ട് താൻ പ്രസവ വേദന എടുക്കുന്നവളെ പോലെ ഭാരപ്പെടുക. എന്നാൽ അതിനെതിരായിട്ട് വേറൊരു സുവിശേഷം പറയുന്ന ഗ്രൂപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ താൻ എവിടെല്ലാം സുവിശേഷം പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ അതിനെതിരായിട്ട് വേറൊരു യേശുവിനെ, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുക. ഇതാ പോളിൻ്റെ ജീവിതത്തിൽ പോൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. പനി വന്നതോ, പല്ലുവേദന വന്നതോ, തലവേദന വന്നതോ, കപ്പൽ ഛേദമോ, കടലിലെ ആപത്തോ, ഒന്ന് കുറേ 40 അടി കൊണ്ടതൊന്നും പോൾ ഒരിക്കൽ പോലും, കല്ലേറെന്നൊക്കെ പറയുന്നത് ലൂസ്ത്രയിൽ വെച്ച് എറിഞ്ഞ കല്ലേറ് മെറ്റൽ കൊണ്ട് എറിഞ്ഞ് കൊല്ലുക, ആ ജീവൻ പോവുക, അവിടെ നിന്ന് 3-ാം സ്വർഗത്തോളം ദൈവം എടുത്തുകൊണ്ട് പോവുക. അതുപോലത്തെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് പോള്. പോളിനെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലുണ്ടായ പനിയോ ചുമയോ ഒന്നും ഒരു വിഷയമേ അല്ല. പോളിൻ്റെ വിഷയം മുഴുവനും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറയുന്ന പോൾ പറയുക, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപയുടെ സുവിശേഷമുണ്ട്, അത് തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ പോൾ അത് എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് മുതൽ പ്രശ്നം ആരംഭിച്ചാണ്. എവിടെ പറഞ്ഞു തുടങ്ങിയോ? കുപ്രോസിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ സെർജിയോസ് പൗലോസിൻ്റെ അവിടെ മുതൽ പ്രശ്നം ആരംഭിച്ചതാണ്. ഈ ടർക്കിയിൽ അല്ലെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും, അത് ആന്റിയോക്ക് എന്ന് പറയുന്നത് ടർക്കിയിലെ ആന്റിയോക്കിയയിലും അതിനുശേഷം ലിസ്ട്രയിലും ഇക്കോനിയയിലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ താൻ അവിടെ അനുഭവിച്ച കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തീരത്തില്ല. ലുസ്ത്രയിൽ വെച്ച് തന്നെ എറിഞ്ഞു കൊല്ലുക, അവിടെയൊക്കെ അത്ര കഷ്ടം അനുഭവിച്ചിട്ട് പോൾ പറഞ്ഞൊരു സുവിശേഷമുണ്ട്. എന്നാൽ പോൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ, അവിടുന്ന് അവരുടെ 1ാമത്തെ മിഷണറി യാത്ര പോയി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മുഴുവനും ദുരുപദേശങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു യേശുവിനെ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി, വേറൊരു സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഇതെല്ലാം ജാതീയ ദേശങ്ങളാണ്. ആ ജാതീയ ദേശത്തിൽ അവരെങ്ങനെ രക്ഷിക്കപ്പെടും എന്നുള്ള സുവിശേഷം പോളിലൂടെ അറിയിക്കുക. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സുവിശേഷം, ആ കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്നൊരു സുവിശേഷമാണ് പോൾ പ്രസംഗിക്കുന്നത്. അതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെടുകയും ഗലാത്യ സഭകൾ രൂപപ്പെടുകയും ചെയ്യുക. ഗലാത്യയിൽ പലയിടങ്ങളിൽ സഭയുണ്ട്. അന്ത്യോക്യയിലുണ്ട്, ലുസ്ട്രയിലുണ്ട്, ഇക്കോനിയയിലുണ്ട്, ഡെർബയിലുണ്ട്, പല സ്ഥലങ്ങളിലും ഈ സഭകൾ, അതിൻ്റെ മെയിൻ സഭകളുടെ പേരാണ് ഞാൻ പറയുന്നത്. വേറെ ഒത്തിരി സഭകൾ ഇതിനിടയിലെല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുക.
എന്നാൽ അവിടെ നിന്ന് പോളും ബർന്നബാസും പോയതിന് ശേഷം അവിടെ വേറൊരു വലിയ സുവിശേഷം വന്ന് കയറിയിരിക്കുക. അതാണ് കിങ്ഡം ഗോസ്പൽ. അവരവിടെ കിങ്ഡം ഗോസ്പൽ പ്രസംഗിക്കുക. അവർ പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചോ, ക്രൂശ് പ്രസംഗിച്ചോ, പക്ഷെ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മോശയുടെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കണം, ന്യായപ്രമാണം അനുസരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടുപോകുന്നവരോട് പഠിപ്പിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് വന്നേക്കുന്നത് എവിടുന്നാ? ജെറുസലേമിൽ നിന്നാണ് വന്നേക്കുന്നത്. ജെറുസലേമിൽ നിന്നും 12 അപ്പോസ്തലന്മാർ ശുശ്രൂഷിക്കുന്ന സഭകളിൽ നിന്നും ചിലർ വന്നിരിക്കുക. അവർ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കുക, നിങ്ങൾ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണം, നിങ്ങൾ പരിച്ഛേദന സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവരുടെ ഇടയിൽ പ്രസംഗിക്കുക. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പാതകമാണ്. 2.5 വർഷം ഇവിടെ ശുശ്രൂഷിച്ച് ഇത്രയും സഭകൾ സ്ഥാപിച്ച് ഇവിടെ നിന്നും മാറിയതേ ഉള്ളൂ. അപ്പോഴത്തേനും ഇവിടെ ആൾക്കാർ എത്തിക്കഴിഞ്ഞു. പോളിന് എതിരെ എക്കാലത്തും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇതാ. പോള് അവിടെ നിന്ന് നേരെ ഇവിടെ വന്നിട്ട് ഇവരോട് തർക്കിക്കുകയും വാദിക്കുകയല്ല ചെയ്യുന്നത്. പോള് പരിജ്ഞാനത്തോടു കൂടി ചിന്തിച്ചിട്ട് പറയുക, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പം വന്നിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ബാച്ച് ഉപദേശിമാർ വരും. അവർ വന്ന് ഇത് തന്നെ പ്രസംഗിക്കും. വീടാന്തരം കയറി ഇറങ്ങി ഇവർ പ്രസംഗിക്കും, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയിപ്പോയെന്ന് വരും. ഇതേ വാക്കുകളാണ് പോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോവുക, ഒരു ജെറുസലേം കൗൺസിൽ വിളിച്ചു കൂട്ടുക. ഇതിനെയാണ് ഇന്നത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഈ ക്രിസ്ത്യൻ കൗൺസിലിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നിങ്ങൾ അടുക്കടുക്കായിട്ട് വായിച്ചു വന്നു കഴിഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 15-ൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വേറൊരു വേർഷനാണ് ആ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് കാണിച്ചു. പിന്നെ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം കാണിച്ച് അവിടെ പറയുകയാണ്, 14 ആണ്ട് കഴിഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 14 വർഷം കഴിഞ്ഞു. ഇവിടെ വന്ന് അതുവരെ യെരുശലേമിൽ പോയിട്ടില്ല. 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെ കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ആഫ്റ്റർ 14 years അവിടെ പറയുന്നത്, then 14 years after I went up again to Jerusalem with Barnabas and took Titus with me also. ആരെയൊക്കെ കൂടെ എടുത്തിരിക്കുന്നത് നോക്കിയാൽ ബർന്നബാസിനെ. വിഷയം എന്തുവാ? ജാതികളുടെ ഇടയിൽ പരിച്ഛേദന ചെയ്യണം, ന്യായപ്രമാണം ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള ഉപദേശം കയറിയിരിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാത്ത ഒരു കോൾഡ് ബ്ലഡഡ് ജെൻഡായിൽ ടൈറ്റസ് തീത്തോസിനെ കൂടെ കൂട്ടിയിരിക്കുക. ഇവിടെ പറയുന്നത് 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി പർപ്പസ്ലി തീത്തോസിനെ കൂടെ എടുത്തിരിക്കുക. അവൻ ജാതീയനാണ്, ഗ്രീക്കുകാരനാണ്, പരിച്ഛേദന ചെയ്തിട്ടുള്ളവനല്ല. കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. എന്തിനായി പോയെന്നറിയാമോ? ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ടർക്കിയിൽ നിന്ന് പോയി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. കാര്യം ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ വന്നവർ ഒരു പക്ഷേ അങ്ങ് പോയേക്കും. അടുത്ത ടീം വരും, ഇതിലും ശക്തമായിട്ട് അടുത്ത ബാച്ച് വരും. അത് തടയണമെന്നുണ്ടെങ്കിൽ യെരുശലേമിൽ പോയി പൂട്ടണം. യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരുമായിട്ട് ഉടമ്പടി ഉണ്ടായാലേ ഇതിനെ എന്നേക്കുമായിട്ട് നിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് വള്ളം കയറുക, ബർന്നബാസിനെ തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിൽ വരിക. എന്തിനാ? 12 അപ്പോസ്തലന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കൗൺസിൽ കൂടുക. ഇതിനെയാണ് ജെറുസലേം കൗൺസിൽ എന്ന് പറയുന്നത്. അടുത്ത വാക്യം, 2-ാമത്തെ വാക്യം, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്. ആര് പറഞ്ഞിട്ടാ പോയെ? കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഞാനൊരു വെളിപ്പാടനുസരിച്ച് പോയത്. ഞാൻ ഓടിയതോ വെറുതെ ആയി എന്ന് വരാതിരിപ്പാൻ. എന്താ വിഷയമെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഞാൻ 2.5 വർഷം ഇവിടെ ഓടി നടന്ന് ഏറുകൊണ്ടതും അടികൊണ്ടതും ഈ സഭകൾ സ്ഥാപിച്ചതും വെറുതെ ആയി എന്ന് വരാതിരിപ്പാൻ. കാര്യം അവർ വന്ന് ഈ സംഗതി ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്സാകും. കാര്യം അവർ 12 അപ്പോസ്തലന്മാരുടെ സഭയിൽ നിന്ന് വന്നേക്കുന്നവരാണ്. അവരാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടന്നിട്ടുള്ളവർ. അവരെയാണ് കർത്താവ് ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരോടാണ് 12 അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാകുന്ന അവരുടെ മേലാണ്. അവരാണ് ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ. അവരുടെ ഇടയിൽ ആൾക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വെയിറ്റേജ് ഉള്ളൂ. പോള് പണ്ട് ഇവിടെ നമ്മളെയൊക്കെ ഇവരെയൊക്കെ ഉപദ്രവിച്ച് നടന്നിരുന്നൊരു ഇപ്പോൾ ഉപദേശിയാണ്. അങ്ങനത്തെ ഒരാളെ പോള് പറഞ്ഞതിനാണോ വെയിറ്റേജ്? ഇവർ വന്ന് പറയുന്നതിനാണോ? ഇവർ പറയുന്നതിനാ വെയിറ്റേജ്. അവർ പറയുന്നത് ജനം വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പോള് പറയുന്നത്, ഞാൻ ഓടിയതോ അധ്വാനിച്ചതോ ഓടുന്നതോ വെറുതെ ആയി എന്ന് വരാതിരിക്കാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ആരാ ഈ പ്രമാണികൾ? 12 അപ്പോസ്തലന്മാരോട് വിവരിച്ച കാര്യമായി പറയുന്നത്. അവരെ വിവരിക്കുവാനായിട്ട് താൻ യെരുശലേമിലേക്ക് വരികയും ജെറുസലേം കൗൺസിൽ കൂടുന്ന കാര്യമാണ്.
ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട വിഷയം നമ്മുടെ ബൈബിൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്പാരിസൺ ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിപ്പിച്ചിട്ടുള്ള വീഡിയോകളുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകുവാനായിട്ട് ഇടയാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വന്ന് ഈ 12 പേരോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കുക. എന്ത് തീരുമാനം എടുക്കുന്ന അറിയാമോ? ഇവർ ഞാൻ ശുശ്രൂഷിക്കുന്നിടത്ത് അവർ തമ്മിലൊരു ജെന്റിൽമാൻ ഉടമ്പടിയാണ്. താപ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാൻ ഞാൻ അത്രയും നീക്കുന്നില്ല. മനെ 7 വന്നേ, താഴോട്ട് വന്നേ. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും എനിക്ക് ഏതുമില്ല. ഈ 12 അപ്പോസ്തലന്മാർ എങ്ങനെയുള്ളവരായിരുന്നാലും, കർത്താവിൻ്റെ കൂടെ നടന്നവരായാലും, പരിശുദ്ധാത്മാവിഷയം അവിടെ ലഭിച്ചവരായാലും, എന്തായാലും എനിക്കതൊരു വിഷയമല്ല. കാര്യം ഇവർ ഞാനുമായിട്ടൊരു ബന്ധമില്ല. അവരുടെ പദ്ധതി അല്ല എന്നെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമാണ്. ഇവരുമായിട്ട് എനിക്ക് യാതൊരു ഡയറക്റ്റ് കണക്ഷനുമില്ല. അവരെങ്ങനെ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. അടുത്ത വാക്യം, നേരെ മറിച്ച്. ആ നേരെ മറിച്ചിനൊക്കെ ഭയങ്കര അർത്ഥമുള്ള, അവരെനിക്ക് ഗ്രഹിപ്പിച്ച് തരേണ്ടതാണ്, പക്ഷേ അവർ ഗ്രഹിപ്പിച്ച് തന്നില്ല എന്ന് തന്നെയല്ല. ഇംഗ്ലീഷ് പറയുന്നത് കോൺട്രാറി വൈസ്. ബട്ട് കോൺട്രാറി വൈസ്, എനിക്ക് ഗ്രഹിപ്പിച്ച് തരേണ്ടതായിരുന്നു, തന്നില്ല എന്ന് തന്നെയല്ല, അവരെൻ്റെ നിന്ന് പഠിക്കുക ചെയ്യുന്നത്. ഇവിടെ നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി, അതായത് പരിച്ഛേദനക്കാരെ യഹൂദന്മാരോട് അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചതുകൊണ്ട് ഇവിടെ തന്നെ 2 ഗ്രൂപ്പിനെ കാണുക. പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെയും 12 വ്യാപരിച്ചവൻ ജാതികളുടെ അപ്പോസ്തലത്വത്തിനായി എന്നോട് വ്യാപരിച്ചതുകൊണ്ട്. അടുത്ത വാക്യം, പത്രോസിനും പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം പരമേൽപ്പിച്ചിരിക്കുന്നു. എന്ന് മേലത്തെ വാക്യം കാണിച്ചവനെ. But contrariwise, when they saw the gospel of the uncircumcision was committed unto me, as the gospel of the circumcision was unto Peter. ഇത് രണ്ടും 2 സുവിശേഷമാണ്. ഗോസ്പൽ ഓഫ് സർക്കംസിഷൻ ആൻഡ് ഗോസ്പൽ ഓഫ് അൺസർക്കംസിഷൻ. ഇത് 2 പേരെ ഒപ്പടപ്പിച്ചിരിക്കുക, രണ്ടുപേരെയും പരമേൽപ്പിച്ചിരിക്കുക. അത് പോള് ഇവിടെ വെച്ച് പറയുകയും അവരോട് പറയുക, ഞാൻ സുവിശേഷിക്കുന്നിടത്ത് ഞാൻ പ്രസംഗിക്കുന്ന ജാതികളുടെ ഇടയിലാണ്. നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ആൾക്കാർ വന്ന് അവരെ തെറ്റിക്കാനും ന്യായപ്രമാണം ഫോളോ ചെയ്യണമെന്നും മോശയുടെ കൽപ്പനകൾ അനുസരിക്കണമെന്നും പറഞ്ഞ് അവരെ തെറ്റിക്കാനിടയാൽ ഞാൻ പ്രസംഗിക്കുന്നത് എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ്. കാൽവറി ക്രൂസിലൂടെയുള്ള വിടുതലും ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്തിൽ കൂടെയുള്ള രക്ഷയുമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അങ്ങനെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. അവിടെ ഞാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കാണാം. എന്നാൽ ഈ താപ്പോട്ട് വരുന്തോറും അവരെല്ലാം എഗ്രി ആയി, ഫൈനലി ആയിട്ട്. ഇതിൻ്റെ 24-ാമത്തെ വാക്യം കാണിച്ചവനെ. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ പറയാ, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ. ആരാ? 12 അപ്പോസ്തലന്മാർ അവസാനം എഗ്രി ചെയ്തു. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുക. ഇവിടെ പറയുമ്പോൾ പലരും നമുക്കെതിരായിട്ട് പറയാറുണ്ട്, അതൊന്നും 12 അപ്പോസ്തലന്മാരുടെ സഭയിൽ നിന്ന് പോയവരെ കുറിച്ചല്ല പോൾ പറയുന്നത്. അത് മറ്റ് പരീശന്മാരും ജുഡായിസ്റ്റുകളും ഒക്കെ ഉണ്ട്. അവരൊക്കെ പോയി എന്തോ യഹൂദിയ വിശ്വാസം അവിടെ പ്രചരിപ്പിച്ചു. അതിനെയാ തടയിടുന്നത്. കണ്ടില്ലയോ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 12 അപ്പോസ്തലന്മാർ അവർ പറയുക, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന്, അതായത് 12 പേര് ശുശ്രൂഷിക്കുന്ന ആ ലിറ്റിൽ ഫ്ലോക്സിൻ്റെ ജെറുസലേമിലെ ചർച്ചിൽ നിന്നുള്ള ഉപദേശിമാരാണ് ഇവിടെ ചെല്ലുന്നത്. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടുന്ന് ഒരു എഴുത്ത് കൊടുത്ത് വിടുക. ഈ എഴുത്ത് ഞങ്ങൾക്കും ഉറപ്പാണ്, ഇനി ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കത്തില്ല. ഈ വിഷയത്തിന് ഒരു തീർപ്പുണ്ടാക്കിയിട്ട് അവർ പൗലോസും ബർന്നബാസും തിരികെ പോരുക 12 അപ്പോസ്തലന്മാരുമായിട്ട്. ആ എഴുത്ത് കൊടുത്തു വിടാനാണ് ശീലാസിനെയും മർക്കോസിനെയും കൂടെ അയക്കുന്നത്. ആ എഴുത്ത് കൊണ്ട് വരുന്ന വഴിക്കെല്ലാം ശീലാസ് അവിടെയുള്ള ചർച്ചകളിലൊക്കെ കയറി പ്രസംഗിച്ച് അങ്ങനെ അവസാനം അന്ത്യോക്യയിൽ എത്തുന്നതും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വിചാരം ഈ എഴുത്ത് എഴുതിയത് കൊണ്ട് കാര്യങ്ങൾ പോളിന് സമാധാനമായി, പോളിന് എന്തായാലും പ്രശ്നമെല്ലാം പോളിൻ്റെ തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു എഴുത്ത് കിട്ടി, അതിനിടയിൽ അടിയിൽ പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഒപ്പിട്ട് ഒരു കൈയെഴുത്ത് കൊടുത്തു വിട്ടേക്കുക. ഇതുകൊണ്ട് പ്രശ്നം ഇനി ആരും വന്ന് ഇവിടെ ഈ സുവിശേഷം പറയത്തില്ലെന്നാണ് വിചാരിച്ചേക്കുന്നത്. പൗലോസിൻ്റെ അവസാനത്ത് തന്നെ ആ കഴുമരത്തിലേക്ക്, നീറോ ചക്രവർത്തി തന്നെ ആ കഴുമരത്തിലോട്ട് നടത്തിക്കുമ്പോൾ ഇടത്തുവശത്ത് ലൂക്കോസ് ഉണ്ട്, വലത്തുവശത്ത് തീമത്തിയോസ് ഉണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടെ നിന്ന് നടന്ന് അടുക്കുന്നത് വരെ പോളിനെ ഇത് തുരത്തിക്കൊണ്ടേയിരുന്നു. ഈ പ്രശ്നം ഇവിടെ എങ്ങും തീർന്നില്ല. ആ അവസാന സമയത്ത് പോള് തിമത്തിയോസോട് പറയുക, തിമത്തി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്
ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇവിടെ തുടങ്ങിയ പ്രശ്നമാണ് അന്ത്യം വരെ തന്നെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഈ പ്രശ്നം 2 3 അല്ലെങ്കിൽ 10 ചർച്ചകളിൽ വായിച്ചുകൊണ്ട് തീർന്നില്ല. ഇതേ പ്രോബ്ലമാണ് താൻ കൊരിന്തിൽ ഫേസ് ചെയ്തത്. ഇതേ പ്രോബ്ലം ഗലാത്യ മുഴുവൻ നിറഞ്ഞപ്പോഴാണ് അപ്പോൾ ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? 2.5 വർഷം ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങളെ വീടാന്തരം കയറി ഇറങ്ങി നടന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ സുവിശേഷം, ഈ ക്ഷുദ്രം, ഏത് ക്ഷുദ്രമാ പൗലോസ് അപ്പോസ്തലനെ? താങ്കൾ ഏത് ക്ഷുദ്രത്തെക്കുറിച്ചായി പറയുന്നത്? മോശയുടെ ന്യായപ്രമാണം അനുസരിക്കണമെന്ന് പറഞ്ഞത് ക്ഷുദ്രമോ? പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞത് ക്ഷുദ്രമോ? അതല്ലേ ഇവിടെ വന്ന് പറഞ്ഞത്? ഇതിലെന്താ താങ്കൾ പറയുന്നത് ക്ഷുദ്രമെന്ന്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാൽവറി ക്രൂശിന്റെ സുവിശേഷത്തിന് ഇടയിൽ വേറൊരു സുവിശേഷം കയറിക്കഴിഞ്ഞാൽ അത് ക്ഷുദ്രമാണ്. ഇന്ന് ഞങ്ങൾ പറയുന്ന ഇതാ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലൂടെയാണ് രക്ഷ എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ട് വേറെ പല സുവിശേഷങ്ങൾ പറയുന്നവര് ഇന്ന് ഇവിടെ നിറഞ്ഞിരിക്കുക. ഇന്ന് ക്രിസ്തീയ ഗോളം അതുകൊണ്ട് നിറഞ്ഞിരിക്കുക. അത് പറയുമ്പോൾ അതിനെ പോൾ പറയുന്നത് ക്ഷുദ്രമെന്നാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. ഒരാളെ ക്ഷുദ്രം ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെ ആളിരിക്കുന്നതെന്ന്. എനിക്ക് നമ്മുടെ അടുത്തുള്ള ഒരാളിനെ അറിയായിരുന്നു. ക്ഷുദ്രം കിട്ടിയതാന്നൊക്കെ പറയുന്നേക്കാം. പുള്ളി കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇത് വെളിപ്പെട്ടത്. സന്ധ്യയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനലെ കയറി നിൽക്കുക. പകലൊന്നും ഒരു കുഴപ്പമില്ല, ആൾ നല്ല സ്മാർട്ടാണ്, നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. പക്ഷേ സന്ധ്യയായി കഴിയുമ്പോൾ തന്നെ ജനലിൻ്റെ എഴുതിയെ പിടിച്ചോണ്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കി നിൽക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ പെണ്ണ് ഡൈവേഴ്സ് ചെയ്ത് വിട്ടേച്ച് പോകാനായിട്ട് ഇടയായി. ആളിനെ കണ്ടു നല്ല നീറ്റാവും, ഒരു പ്രശ്നവുമില്ല. ക്ഷുദ്രം ചെയ്ത് കെട്ടിയേക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ വ്യത്യാസം തോന്നില്ല. അവർ വലിയ എന്തെങ്കിലും ഭ്രാന്ത് രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുക. ആൾ നല്ല സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ക്ഷുദ്രത്തിൽ മുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞതുപോലെ പോള കറക്റ്റ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാരെന്ന് ഒരു വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നല്ല സിമ്പിളന്മാരായിട്ട് ഇങ്ങനെ നടക്കുക. പക്ഷെ ക്ഷുദ്രത്തിൽ മുങ്ങിയിരിക്കുക. ഇതാ പോൾ ചോദിക്കുന്നത്, ഞാൻ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ സ്കെച്ച് ചെയ്ത് കാണിച്ചിരിക്കുക, വരച്ച് കിട്ടിയിരിക്കുക, നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര? ഇനി ഞങ്ങൾ പറഞ്ഞതല്ലാതെ വേറെ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലും ശരി, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞു, അതിനൊരു ചാൻസ് ഉണ്ട് അങ്ങനെ പറയാൻ. കാര്യം ആ കാലഘട്ടത്തിൽ ദൂതന്മാർ സുവിശേഷം അറിയിക്കുന്ന ഒരു രീതിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചു എന്നുള്ള സുവിശേഷം അറിയിച്ചത് മുതൽ ദൂതന്മാരാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ദാനിയേലിൻ്റെ ഇടയിലൊക്കെ ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വരിക. അവരുടെ ഇടയിൽ അങ്ങനൊരു രീതിയുണ്ട്, അതിനന്ന് അനുവദിച്ചിരുന്നു. പത്രോസിനെയൊക്കെ ദൂതൻ വന്ന് ഇറങ്ങി ഗേറ്റ് തുറന്നു കൊടുത്ത് കൈക്ക് പിടിച്ചുകൊണ്ട് വെളിയിൽ ഇറങ്ങിക്കൊണ്ട് പോവുക. ഇതിനൊരു സ്കോപ്പുണ്ട്. ഞങ്ങളോട് പന്തിരുവരൊന്നുമല്ല, അങ്ങ് ദൂതന്മാർ വന്ന് പറഞ്ഞത്. അന്ന് പറഞ്ഞാൽ പോലും അവൻ ശപിക്കപ്പെട്ടവനാണ് അപ്പോൾ പറയുന്നത്. കാര്യം കർത്താവായ യേശു ക്രിസ്തു എനിക്ക് പ്രത്യക്ഷനായിട്ട് ഈ കാലഘട്ടത്തിലെ സുവിശേഷം എന്നെ പരമേൽപ്പിച്ചിരിക്കുക. ഇനി ഞങ്ങൾ പറഞ്ഞതല്ലാതെ ഞങ്ങളിൽ നിന്നൊരുവനാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് ഒരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത്ര കണ്ണിങ് ആയിട്ട്, അത്ര ക്രിട്ടിക്കലായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇതാണ് സുവിശേഷം, ഇതിലെ രക്ഷാ പദ്ധതിയിലാണ് നിങ്ങളായിരിക്കുന്നത്. ആ സുവിശേഷത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പോളിനെതിരായിട്ട് വന്നിട്ടുള്ള പോരാട്ടങ്ങളാണ്. ഇതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പോളിനെ അവിടുന്ന് വിടുക, കൊരിന്തിലെത്തി. കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോഴും പോൾ പറഞ്ഞു, എനിക്ക് ഒരു സംഗതികളും വേണ്ട, ക്രൂശ് അല്ലാതെ, കർത്താവിൻ്റെ ക്രൂശ് അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുക. അഥേനയിലൊക്കെ നടന്ന പ്രസംഗവും അവിടെ നടന്ന പ്രശ്നമൊക്കെ വിവരിക്കേണ്ടിയ, തെസ്സലോനിക്കയിലും ആംബിപൊലിയസിലും അപ്പല്ലോനിയിലും ഒക്കെ നടന്ന പ്രശ്നം വിവരിക്കേണ്ടിയ. അവിടെ നിന്ന് ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ഓടി ഇങ്ങ് പോരുക. എന്താ പറയുന്നത്, അഥേനയിലെത്തുക, എയ്തൻസ്. അവിടെ നിന്നും പോളിൻ്റെ പ്രസംഗം, അവിടെയും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് കൊരിന്തിലെത്തുക. കൊരിന്തിൽ വന്നു കഴിഞ്ഞപ്പോഴും പോള് അഭിമുഖീകരിച്ച വലിയ പ്രശ്നമാണ് പോളിനെതിരായിട്ടുള്ള മറ്റു സുവിശേഷം, വേറെ സുവിശേഷം. ഇവിടെ ഭയങ്കര സെലിബ്രിറ്റീസാണ്. ഇവിടെ ഒരു 3-4 ഗ്രൂപ്പായിട്ട് ആൾക്കാരങ്ങ് തിരിഞ്ഞിരിക്കുക. ഒന്ന് അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, ഒന്ന് പൗലോസിൻ്റെ പക്ഷക്കാർ, ഒന്ന് കേഫാവിൻ്റെ പക്ഷക്കാർ, ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. അങ്ങനെ 3-4 ഗ്രൂപ്പായിട്ട് ഇവിടെ തിരിഞ്ഞിരിക്കുക. ഇവരെല്ലാവരും പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമാണ്. പോളിന് പകൽ വെളിച്ചം പോലെ കിട്ടിയിരിക്കുന്ന ഒരു സുവിശേഷം ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞിരിക്കുകയും ദൈവം അവിടെ കൊണ്ടുപോയി കാണിച്ചിരിക്കുകയാണ്.
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ അതുപോലെ വെളിപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. ആ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഡിവിഷനാണ്. അതായത് വേറെ സുവിശേഷം പ്രസംഗിക്കുക, യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാര്, കേഫാവിൻ്റെ പക്ഷക്കാര്, അങ്ങനെ ഓരോരോ സുവിശേഷം പല രീതിയിലുള്ള സുവിശേഷവുമായിട്ട് ആൾക്കാർ വന്നിരിക്കുക. ഇവരെ നോക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിൽ, രണ്ടാമത്തെ കൊരിന്ത്യ ലേഖനത്തിൽ പോൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യൻസ് എഴുതുമ്പോൾ അതിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പറയുന്നത് സർപ്പം എങ്ങനെ ഹവ്വായെ ചതിച്ചത്? ഉപായത്താലാണ്. ഉപായം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉപായം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മാതിരി ഇരിക്കും ഇല്ലേ? എലിപ്പത്തായം ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? എലിപ്പത്തായം, എലിയെ പിടിക്കുന്ന പത്തായം കൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് തടി കൊണ്ടൊക്കെ ഉണ്ടാക്കി നല്ല നൈസായിട്ട് കമ്പി ഒക്കെ ചെയ്ത് സൂപ്പറാണ്. കണ്ടു കഴിഞ്ഞാൽ എലിക്ക് കണ്ടു കഴിഞ്ഞാൽ അതിലും നല്ലൊരു ഇറച്ചിയുടെ പീസൊക്കെ തൂക്കിയിട്ടേക്കുന്നു, ഭയങ്കര സൂപ്പറാണ്. പക്ഷേ ഇതിനകത്ത് കയറി അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പടക്കുന്നൊരു അടി തീരും പുറകിൽ, അതോട് തീർന്നു. ഉപായമാണ്, ഉപായം, കെണിയാണ്. നമ്മൾ അറിയത്തേയില്ല, ഭയങ്കര അട്രാക്റ്റീവാണ്. അതുമാതിരി നമ്മൾ ഇതിനകത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വെളി പോകാൻ പറ്റത്തില്ല. ഉപായത്താൽ ചതിച്ചിരിക്കുക. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളന്മാരായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പ്രശ്നം ഗലാത്യയിലോ അന്ത്യോക്യയിലോ ആരംഭിച്ചിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല. ആ ഒരു ലെറ്റർ കൊടുത്തത് എവിടെ വായിച്ചതുകൊണ്ട് തീർന്നില്ല. പോളിന് ഒരു ലെറ്റർ കിട്ടിയെന്നൊന്നും പറഞ്ഞ് സാത്താൻ വിട്ടേച്ച് പോകത്തില്ല. സാത്താൻ ഓൾറെഡി ഒരു അബദ്ധം പറ്റിയിരിക്കുക. കാര്യം കർത്താവിനെ ക്രൂശിച്ചതാണ് അവൻ്റെ ജീവിതത്തിൽ അവനെ സൃഷ്ടിച്ച നാൾ മുതലുള്ളതിൽ ഏറ്റവും വലിയ മണ്ടത്തരം അവൻ ചെയ്ത്, ഏറ്റവും വലിയ അബദ്ധം. അന്ന് മുതൽ അവൻ്റെ തലയ്ക്ക് അടികെട്ടി അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുക നിത്യ നരകാഗ്നിയിലേക്ക് അയക്കാൻ. ദൈവം നരകാഗ്നി ഉണ്ടാക്കിയപ്പോൾ അവൻ അറിയാം ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാത്താനും പക്ഷേ ഇത് എന്നാ എങ്ങനെ എവിടെ ഒന്നിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത നാൾ മുതൽ അവൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുക. അവനറിയാം എന്ന് അവനെ അതിലേക്ക് കളയാൻ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് അധികം ശക്തിയോട് ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ അവൻ ഊടാടി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എല്ലാവരെയും അവൻ്റെ വശത്താക്കുവാനായിട്ട് ഒരു എഴുത്ത് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ മാറിയിരിക്കത്തില്ല. കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് നോക്കി അവൻ ഓൾറെഡി അബദ്ധം പറ്റിയത് അവൻ അറിയാം. അതുകൊണ്ട് അടുത്ത ഒരു അബദ്ധം പറ്റാൻ സാത്താൻ അനുവദിക്കത്തില്ല. നമുക്കൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും 4 അബദ്ധം കൂടെ അതിൻ്റെ പുറകെ പറ്റിയാലും നമ്മൾ പലരും അറിയത്തില്ല അബദ്ധമാണ് പറ്റിയിരിക്കുന്നതെന്നുള്ളത്. ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാകാതിരിക്കാൻ എല്ലാ മേഷേഴ്സും എടുത്തുകൊണ്ട് സാത്താൻ ആരെയും തലയും മുറുക്കി അതിൻ്റെ കൂടെ നിൽക്കുക. ഇവിടെ ഒരു എഴുത്ത് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞിട്ട് അതിനെ എഴുത്ത് കൊടുത്തു വിട്ടു പോലെ ഇനി ഒന്നും നടക്കത്തില്ലോ എന്ന് മാറുന്ന ആളല്ല സാത്താൻ. അവൻ 7 എഴുത്ത് അതിന് പുറകെ. ഒരു കൗൺസിൽ കൂടിയപ്പോൾ അവൻ 7 കൗൺസിൽ അതിനെതിരായിട്ട് കൂടിയിരിക്കുക. അന്ന് തുടക്കത്തിൽ 4 ഗ്രൂപ്പേ ഉള്ളായിരുന്നു. ഇന്ന് 45,000-ലേറെ ഗ്രൂപ്പുകളായി മാറിയിരിക്കുക. അന്ന് 4-ൽ തുടങ്ങിയതാണ്, ഇന്ന് 45,000-ലേറെ ഗ്രൂപ്പുകൾ. അതിനകത്തിൽ കേഫാവിൻ്റെ ഗ്രൂപ്പ്, ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പക്ഷക്കാരാന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് ശരിക്കും അവരുടെ ഭദ്രാസനവും അവരുടെ ബസ്ലിക്കായും അവരുടെ അരമനയും എല്ലാം സെറ്റ് ചെയ്ത് അവരുടെ പോപ്പിനെയൊക്കെ വാഴിച്ച് അവരങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ ഇന്നവരുടെ ഗ്രൂപ്പാണ്. പക്ഷേ ഇന്ന് അവർ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ്. ഇന്ന് അവരുടെ എല്ലാ സംഗതികളും സ്ഥാപിച്ച് അവർ ഫുള്ളി ഇതാണ് ഞങ്ങൾ, നിങ്ങൾക്ക് മനസ്സുണ്ടേ വന്നാൽ മതി, ദിസ് ഈസ് അവർ ബിലീഫ്. അങ്ങനെ ഞങ്ങൾ കേഫാവിൻ്റെ പക്ഷക്കാരെന്നുള്ള രീതിയിൽ അവരായിരിക്കുക. വേറൊരു ഗ്രൂപ്പുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. അവരാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ഗ്രൂപ്പ്. ഈ കേഫാവിൻ്റെ പക്ഷക്കാരെക്കാട്ടിൽ ഡേഞ്ചറസ് ഗ്രൂപ്പ് യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്. കാര്യം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു പോളിന് വെളിപ്പെട്ടിട്ട് മറഞ്ഞിരുന്ന ഒരു സത്യം കർത്താവ് പോളിനെ വെളിപ്പെടുത്തി, പോളിന് പ്രത്യേക കൃപകളും പോളിനെ അതിനുവേണ്ടി വിളിച്ച് വേർതിരിച്ച് പോളിൽ കൂടെ ദൈവത്തിൻ്റെ ആവശ്യമായി ഇത് ലോകത്തെ അറിയിക്കുക എന്നുള്ളത്. ആ പദ്ധതി പോളിൽ കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പോളിനെ കൈക്ക് പിടിച്ച് നടത്തുക എന്ന് പറയാം. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ എന്താ ഉള്ളതെന്ന് സ്വർഗത്തിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുക. ഒരു മനുഷ്യനെ അതിനു മുമ്പ് അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. സ്വർഗത്തിൽ എന്താ ഉള്ളതെന്ന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അവിടെ ഉള്ളത് എന്താണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുക. ഇതിലൊരു ഉറപ്പും ധൈര്യവും പോളിന് വരാൻ വേണ്ടിയിട്ട്. പോളിനോട് അവിടെ കയറല്ല, ഇവിടെ പോകല്ല, ആസിയയിൽ പ്രസംഗിക്കല്ല, മറ്റടുത്ത് പോകല്ല എന്ന് പറഞ്ഞ് കൂടെ നടക്കുക. രാത്രിയിൽ ദർശനത്തിൽ പറയുക, ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനമുണ്ട്, നീ മടുത്തു പോകരുത്, നിന്നെ ആരും കയ്യേറ്റം ചെയ്യത്തില്ല, നീ ഇവിടെ പ്രസംഗിക്കാൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് ദിനം പ്രതി കയ്യിൽ പിടിച്ചിരിക്കുക. അങ്ങനെ പോളിനെയും കൊണ്ട് കർത്താവിൻ്റെ ക്രൂശ് പ്രസംഗിപ്പിക്കുക.
ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം രാവും പകലും കൂടിയിരുന്നിട്ട് പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിസ്തംഭമായിട്ട് അവരുടെ കൂടെ നടന്നതുപോലെ പോളിനെ കൊണ്ടൊരു ശുശ്രൂഷ ചെയ്യിപ്പിക്കുക. അവിടെ വന്നിട്ട് വേറൊരു പാർട്ടികൾ പറയുക ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. എന്താ ഒരു ജോക്കേഴ്സ് എന്ന് നോക്കി. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്നിടത്ത് വേറൊരു ഗ്രൂപ്പ് എന്ന് പറയാം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്. ഇന്ന് ഈ പറഞ്ഞ ടീമുകൾ ഇന്നുണ്ട്. അവരൊത്തിരി ശക്തന്മാരായിരിക്കുകയാണ്. അവരുടെ ഇടയിൽ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇവിടെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയതും അനുഗ്രഹം കൊടുത്തതും എല്ലാ സംഗതികളും ഇന്ന് ചെയ്തുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. പലരെ എങ്കിലും ഓഫൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കടക്കുന്നില്ല. അവരിന്ന് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറഞ്ഞിട്ട് തമ്പാറടിയും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരിന്ന് കൂടെ വില്ലെന്ന് നിൽപ്പുണ്ട്. അവരാണ് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറയുന്നത്. ഈ പൗലോസിൽ കൂടെ ഉള്ള സുവിശേഷം അറിയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്ന അവരെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അന്നത്തെ 4 ഗ്രൂപ്പാണ്. ഒന്ന് പോളിൻ്റെ ഗ്രൂപ്പുകാർ, ഒന്ന് അപ്പല്ലോസിൻ്റെ ഗ്രൂപ്പുകാർ. അത് വേറൊരു ടീമാണ്. ഞാനത് അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ 4 ഗ്രൂപ്പായിരുന്നത് ഇന്ന് 45,000-ലേറെ ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക. ഇതുകൊണ്ടാണ് പോള് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ 3 മിഷണറി യാത്രയും കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എഫെസോസിൽ വെച്ചൊരു ഫെയർവെൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എഫെസോസിൽ വെച്ച് അതാണ് പോളിൻ്റെ കഴുത്തിൽ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോളിൻ്റെ മുഖം ഇനിയും കാണത്തില്ല എന്ന് പറയുമ്പോഴത്തേന് അവർ കപ്പലോളം ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു എന്നൊക്കെ പറയുന്നൊരു ഭാഗം നിങ്ങൾക്കറിയാം. അവിടെ എല്ലാം പോൾ അവരോട് പറയുന്നത് ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വേറൊന്നും പോളിന് പറയാനില്ല. ഞാൻ പോയ ശേഷം ബൈ ചാൻസ് ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ അടുക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ ഞാൻ പോയ ശേഷം ഇതുണ്ടാകും. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. എവിടെ നിന്ന് എഴുന്നേൽക്കുന്ന? BJP-ക്കാർ വരുമെന്നാണോ? നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്നുള്ള ഉപദ്രവിക്കുമെന്നല്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. ഞാൻ ഈ പറയുന്നത് ഒരു കൗൺസിൽ കൂടി സാത്താനെതിരെ ആ ഒരു ദുരുപദേശം, ആ ഒരു ക്ഷുദ്രം പരത്തരുത് എന്നൊരു തടയിടാൻ നോക്കിയെടുത്ത് സാത്താൻ 7 കൗൺസിൽ കൂടിയിരിക്കുക. 7 കൗൺസിൽ. നിങ്ങൾക്കറിയാമോ? ഇത് ആരെയൊക്കെ ഒഫൻഡ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ഇന്ന് നിങ്ങൾ കാണുന്ന ക്രിസ്തീയ മാർഗം, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി ഉറച്ചിരിക്കുന്നത് 7 ക്രിസ്ത്യൻ കൗൺസിലുകളിലാണ്. അതിനെയാണ് എക്യുമെനിക്കൽ കൗൺസിൽസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു പിക്ചർ ഒന്ന് കാണിച്ച് ഇത് കണ്ടില്ലോ? പോൾ എന്താ പറഞ്ഞതെന്നറിയോ? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും. അതായത് ആസിയയിൽ തന്നെ എഴുന്നേൽക്കും. ആസിയയിൽ നിന്ന് ഒത്തിരി പേര് പോളിനെ വിട്ടയച്ചു പോയി. ഇതാണ് ടർക്കി എന്ന് പറയുന്ന സ്റ്റേറ്റ്. ഇവിടാണ് പോൾ എഫെസോസിൽ. ഇതാണ് എഫെസോസ്. ഇവിടെ വെച്ചായി മീറ്റിംഗ് നടക്കുന്നത്. മിലത്തോസ് എന്ന് പറയുന്നത് ഇവിടെ മിലത്തോസ്. ഈ എഫെസോസിൽ വെച്ചായി മീറ്റിംഗ് നടക്കുന്നത്. ഇതെല്ലാം പോൾ ശുശ്രൂഷിച്ച സ്ഥലങ്ങളാണ്. കപ്പദോക്യയും ഗലാത്യയും ബിതുന്യയും പൊന്തോസും ആസിയ. ഇവിടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, എഫെസോസ്, കൊലോസിയ, ലിസ്ട്ര. ഇതെല്ലാം വരുന്ന ആ ഭാഗങ്ങളായിട്ട്. ഇവിടെ വെച്ചാണ് പോൾ സംസാരിക്കുന്നത്. എഫെസോസിന് തൊട്ടടുത്ത് വെച്ചാണ്, മിലത്തോസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ പറയുന്നത് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അടുത്ത ഇതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ആ പിക്ചറോട് കാണിച്ചോനെ. ഇത് ആസിയാണ്. ഞാനിപ്പോൾ ഈ കാണിച്ച ടർക്കി തന്നെയാണ് ഈ കാണുന്നത്. ഈ ടർക്കി തന്നെയാണ് 7 എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൗൺസിൽ കൂടിയിരിക്കുന്നത്. ഇത് എഫെസോസ് ഈ കാണുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപോലീസ് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പട്ടണം. പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റി എന്ന പോലീസ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പണിത പട്ടണമാണ്. അതിനെയാണ് കോൺസ്റ്റാന്റിനോപോലീസ് എന്ന് പറയുന്നത്. അതാണ് പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ഈസ്റ്റാൻബുൾ എന്ന് പറയും. ആ ഈസ്റ്റാൻബുളാണിത്. ആ ഈസ്റ്റാൻബുൾ കേന്ദ്രമാക്കിയിട്ട് 3 ക്രിസ്ത്യൻ കൗൺസിലാണ് കൂടിയിരിക്കുന്നത്. 3 ക്രിസ്ത്യൻ കൗൺസിൽ. ആ കൗൺസിലുകളുടെ എല്ലാം സഭാപിതാക്കന്മാരാണ് അത് കൂടിയിരിക്കുന്നത്. അത് ഈ ടർക്കിയിലെ പ്രധാന സ്ഥലമാണ്. അതിനുശേഷം ഈ കാണുന്ന സ്ഥലം കണ്ടു, ഇത് നൈസിയ എന്ന് പറയുന്ന സ്ഥലമാണ്. നൈസിയ. ഇതിനെയാണ് നിക്കിയ എന്ന് മലയാളത്തിൽ പറയുന്നത്. ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം ഉറച്ചിരിക്കുന്നത് നിക്കിയ വിശ്വാസ പ്രമാണത്തിലാണ്. നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാത്തിലും നിക്കിയ വിശ്വാസ പ്രമാണം. അതിന് നൈസിയ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് 2 കൗൺസിലുകളാണ് കൂടിയിരിക്കുന്നത്. ഇവിടേക്ക് എന്താ തീരുമാനിക്കുന്നത്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, പക്ഷെ അതൊന്നുമല്ല തീരുമാനം. 100 കണക്കിന് തീരുമാനങ്ങൾ എടുക്കുക. ക്രിസ്തീയ വിശ്വാസം ഇങ്ങനെ ആയിരിക്കണം, ക്രിസ്ത്യാനി ഇങ്ങനെ ആയിരിക്കണം, ഇന്നത് ചെയ്യണം, സഭയും
ഇടവകയിൽ ഇങ്ങനെ ആയിരിക്കണം, പരിപാലനം ഇങ്ങനെ ആയിരിക്കണം, ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതിൻ്റെ എല്ലാം തീരുമാനങ്ങൾ എടുക്കുക. അതിനുശേഷം ഇത് കണ്ടോ, എഫെസോസ് എന്ന് പറയുന്ന സ്ഥലം, പോൾ പറഞ്ഞിട്ട് പോയ സ്ഥലമായി എഫെസോസ്. ഇവിടെ വെച്ചൊരു കൗൺസിൽ, എഫെസോസ് കൗൺസിൽ. ഇത് കണ്ടില്ലയോ, ഇതാണ് ചാൽസിഡോൺ എന്ന് പറയുന്ന സ്ഥലം, ചാൽസിഡോൺ കൗൺസിൽ. ആ 7 എക്യൂമെനിക്കൽ കൗൺസിൽ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. 7 ക്രിസ്ത്യൻ കൗൺസിലുകളാണ് എക്യൂമെനിക്കൽ ക്രിസ്ത്യൻ കൗൺസിൽ. ഇതിലാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റി അടിയുറച്ചു നിൽക്കുന്നത്. പോളിനെ കൊണ്ട് ഒരു ജെറുസലേം കൗൺസിൽ കൂടി പോൾ പറഞ്ഞ തീരുമാനത്തിന് എതിരായിട്ട് 12 അപ്പോസ്തലന്മാർ ചേർന്ന് എഴുത്തെഴുതി അതിനെ അങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിച്ചപ്പോൾ അതിനെതിരായിട്ട് 7 കൗൺസിൽ കൂടിയിരിക്കുക. ഈ 7 കൗൺസിൽ കൂടി പോൾ പറഞ്ഞ, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും, വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേൽക്കും, അവരുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റിരിക്കുക. ആസിയയിൽ മാത്രമായി 7 കൗൺസിലുകൾ കൂടിയിരിക്കുന്നത്. പോളിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, ഞാൻ പോയ ശേഷം, അതിനുശേഷം 7 ക്രിസ്ത്യൻ കൗൺസിലുകൾ കൂടി ഈ വിശ്വാസത്തെ അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുക, കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ചിരിക്കുക. ആ വിശ്വാസം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്നതല്ല, 2000 വർഷമായിട്ട് ഉറച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ അവിടെ എടുത്ത തീരുമാനങ്ങളെടുത്ത പൂർവ്വ പിതാക്കന്മാരാണ്, നമ്മുടെ സഭാപിതാക്കന്മാർ. അത്തനേഷ്യസ്, ഇഗ്നീഷ്യസ്, ക്രിസോസ്റ്റം, ജസ്റ്റിൻ മാർട്ടിയർ, ജെറോം എന്നൊക്കെ പറയുന്ന സഭാപിതാക്കന്മാരാണ്. 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരാണ്. ഇവർക്കൊന്നും തന്നെ പൗലോസ് അപ്പോസ്തലനെ പരിശുദ്ധാത്മാവിനാൽ വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ എന്ന് പറഞ്ഞ് വേർതിരിച്ചത് എന്തിനാണ്? പോളിൽ കൂടി എഴുതി അറിയിച്ചിരിക്കുന്ന ഈ എഫേസ്യ ലേഖനം, റോമാ ലേഖനം, കൊലോസ്യ ലേഖനം, ഇതിലൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന പിതാക്കന്മാരല്ല. അവരെയൊക്കെ കണ്ടില്ലേ അവരെങ്ങനെയാണ് നിൽക്കുന്നത്? അവരെല്ലാം റോമൻ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടു പോകുവാൻ, പൊളിറ്റിക്കലി അതുമായിട്ട് അലൈൻഡ് ആയിട്ട് പോകുവാൻ എന്ത് തീരുമാനങ്ങൾ എടുക്കണോ ആ തീരുമാനങ്ങളാണ് ഈ 7 കൗൺസിലുകളിലും എടുത്തിരിക്കുന്നത്. ഈ 7 കൗൺസിലുകളിലാണ് ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്, അതിൻ്റെ ബേസ് അതിലാണ്. അതിലെ നിക്കിയയിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഇന്നത്തെ വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ നിക്കിയ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഇതെല്ലാം പോള് പറഞ്ഞതുപോലെ, പോള് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതുപോലെ തനിക്ക് എങ്ങനെ എവിടെ വെച്ച് ആ പ്രശ്നം ആരംഭിച്ചോ അവസാനം തൻ്റെ കുലമരത്തിൽ വരെ ആ പ്രശ്നം തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആ പോളിൻ്റെ മാൻഡിലാണ് ഇന്ന് എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും കൈമാറിയിരിക്കുന്നത്. ആ ബാറ്റണാണ് ദൈവം നമ്മുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. പൗലോസിൽ കൂടി ചെയ്യുന്നതിന് എതിരായിട്ട്, പോളിനെതിരായിട്ട് എത്രമാത്രം പ്രശ്നം ഉണ്ടായെന്നറിയാം. ഈ പ്രശ്നമാണ് പോൾ കർത്താവിനോട് അപേക്ഷിക്കുന്നത്. കർത്താവേ, ഞാൻ ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ്, എന്നെ പിടിച്ച് അടിച്ച് എന്നെ ഇത് ഏൽപ്പിച്ചു, എനിക്കിതൊന്നും മര്യാദയ്ക്കിതൊന്ന് ഡെലിവറി ചെയ്യാൻ എന്നെ സമ്മതിക്കും, ഞാനിതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ എന്നെ ഒന്ന് അനുവദിക്കും. എനിക്കെന്തോ ഒരു പ്രശ്നമുണ്ടാകുന്നു, എന്തെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു, ഞാൻ എന്താ അന്യായം ചെയ്യുന്നത്, നീ എന്നെ ഏൽപ്പിച്ച കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇതിനകത്തിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടോ, എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് കൂടി എനിക്ക് എന്തിനാ ഇത്ര ഉപദ്രവം, ഇതൊന്നും മാറ്റിത്തരാൻ പറയാം. കർത്താവ് പറയും, എൻ്റെ കൃപ നിനക്ക് മതി. ഒരു ഈസി സെയിലിംഗ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കല്ല, ബട്ട് യു ആർ ഗോയിങ് ടു റീച്ച് എ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ. ഉത്തരവാദിത്തത്തോടുകൂടി പൗലോസ് അപ്പോസ്തലൻ സഹിച്ചതുപോലുള്ള കഷ്ടതകൾ സഹിക്കുവാൻ, ധൈര്യത്തോടുകൂടി ഈ സുവിശേഷത്തെ ലോകത്തെ അറിയിക്കുവാൻ ഉത്തരവാദിത്തമുള്ളവരായി ഇത് ഏറ്റെടുക്കുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുക. 1.5 ദിവസം ഞങ്ങൾക്ക് കിട്ടി. അടുത്ത ഹാഫ് ഡേയിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത്രത്തോളം അനുഗ്രഹത്തോടെ ഈ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ കർത്താവിൽ ആശിക്കുന്നു. അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കടന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചാട്ട് മുന്നോട്ടുള്ള സമയങ്ങളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് നമുക്ക് ബലം തരട്ടെ.